മമ്മ മമ്മ എന്താ വൈകിയേ? എന്താ മക്കളെ? വിശക്കുന്നമ്മേ. മക്കള് ഭക്ഷണമൊന്നും കഴിച്ചില്ല? നിനക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാൻ അറിയില്ലേ? ഞാൻ വരുന്നവരെ എന്നെ കാത്തു നിൽക്കണോ? എല്ലാത്തിനും എന്റെ കൈ തന്നെ വരണം. ഈ പൊന്നൂന് ഇത് എടുത്തു കൊടുത്താ പോരെ? അമ്മ ഇഡ്ലി പുളിച്ചിനമ്മേ. മക്കള് പോയി കളിച്ചോട്ടോ. അമ്മ വേഗം കഞ്ഞി വെച്ചേരാം. അമ്മേ വിശന്നിട്ട് കളിക്കാൻ വയ്യ അമ്മേ. മക്കള് പോയി 10 എണ്ണുമ്പോഴത്തേക്കും അമ്മ ടപ്പേ എന്ന് പറഞ്ഞ് കഞ്ഞി വെച്ച് തരാം. പൊന്നു, മിന്നുനും കൂട്ടി അപ്പുറത്ത് പോയി കളിച്ചോ. കർത്താവേ, എന്ത് കഷ്ടപ്പാടുള്ള ജീവിതം മുന്നോട്ട് പോകുന്നത്. പരീക്ഷണം എന്ന് വെച്ചാ എങ്ങനെയുണ്ട് ഒരു പരീക്ഷണം? എവിടെ ഇല്ലാതിരിക്കും. അത്രയ്ക്ക് ശാപം കിട്ടിയ ജന്മല്ലേ എന്റേത്. ആരെയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒക്കെ ഞാനായിട്ട് വരുത്തി വെച്ചതല്ലേ. ജോയേട്ടൻ്റെ മരുന്നിനൊക്കെ എന്താ വില? പൈസ ഇല്ലാത്ത കാരണം 15 ദിവസത്തേക്കുള്ള മരുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഇഞ്ചക്ഷൻ ഞാൻ 10 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി 2 മാസത്തേക്ക് അത് നോക്കണ്ടല്ലോ. പരിചയമുള്ള മെഡിക്കൽ ഷോപ്പുകാരനായതുകൊണ്ടാ 10 എണ്ണം തന്നത്. ഡോക്ടർ കുറിപ്പിൽ 5 എണ്ണം മാത്രമേ തരുള്ളൂ. കുട്ടികളുടെ അടുത്തൊന്നും വെച്ചേക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേ. കയ്യിലെ കാശ് മൊത്തം തീർന്നു. ഇനി കറണ്ട് ബില്ലടയ്ക്കാൻ ആരെടുത്തെങ്കിലും കടം വാങ്ങണം. നീ എനിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ ആനി. ജോയേട്ടനല്ലേ പറയാറ് ഇതൊക്കെ ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണെന്ന്. എനിക്കിപ്പോ ആ ദൈവത്തിൽ ഒരു വിശ്വാസമില്ല. ഇനി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കാതെ ജീവിക്കട്ടെ. ചിലപ്പോ ജീവിതം മാറിയാലോ. അമ്മേ ഇന്നും കന്യ അമ്മയല്ലേ പറഞ്ഞ കാശ് കിട്ടിയ ചിക്കൻ വാങ്ങിച്ചരാന്ന്. ചിക്കൻ കടയൊക്കെ പൂട്ടിനു മോളെ. അമ്മ പിന്നൊരു ദിവസം വാങ്ങിച്ചരാം. ഇപ്പൊ മോള് കഞ്ഞി കുടിക്കേ. സത്യം? സത്യം. ഇല്ലേ മിന്നു, അമ്മ വെറുതെ പറയാ. ഒന്നും വാങ്ങിച്ചില്ല. എന്റെ മക്കൾക്ക് വയറ് നിറച്ച് ചിക്കനും പൊറോട്ടയും മട്ടൻ ബിരിയാണിയും ഐസ്ക്രീമും ഒക്കെ ഈ അമ്മ വാങ്ങിച്ചു തരും. എന്നാണ് അമ്മേ അത്? എന്റെ കല്യാണത്തിനായിരിക്കും. വേഗം ഭക്ഷണം കഴിച്ച് മക്കളെ കിടക്കാൻ നോക്ക്. രാവിലെ സ്കൂളിൽ പോണ്ടതല്ലേ. കഴിക്കേ. നീ ആ മരുന്നൊന്നും എടുത്തേ. എനിക്ക് ഉറക്കം വരുന്നു. എടുത്തേറെ ജോയേട്ടാ. ഞാൻ എന്നെ കാണുന്നതും സ്വയം സമാധാനിക്കുന്നതും ഈ കണ്ണാടിയിൽ നോക്കുമ്പോഴാ. നിനക്ക് ജീവിതത്തോട് മടുപ്പ് തോന്നുന്നുണ്ടോ ആനി? മടുപ്പോ? എനിക്കോ? എന്തിന്? ഞാൻ അംബാനിയോടൊപ്പല്ലേ ജീവിക്കുന്നത്. നീ എന്നെ കളിയാക്കിയല്ലേ? സങ്കടവും ദുഃഖവും ഉള്ളിലൊതുക്കി നീ ചിരിച്ചഭിനയിക്കുന്നതോ അല്ലേ എന്നെ സമാധാനിപ്പിക്കുന്നതോ? എന്തിനാ ജോയേട്ടാ? എനിക്ക് നല്ല 2 മക്കളില്ലേ. പിന്നെ ഒന്നിനും കഴിയില്ലെങ്കിലും മനസ്സ് നിറയെ സ്നേഹമുള്ളൊരു ഭർത്താവില്ലേ. അത് മതി എനിക്ക്. എന്നാലും
എനിക്ക് നിന്നെ കാണുമ്പോ മതി, ഇനിയൊന്നും പറയണ്ട. എനിക്ക് രാവിലെ പോകാനുള്ളതാ. ഇക്ക, ഇതൊന്നും അവിടെ കൊടുത്ത്. ഓക്കെ. ശരി. സർ, എനിക്ക് ഭയങ്കര തലവേദന. ഞാൻ ഉച്ചശേഷം ലീവ് എടുത്തോട്ടെ? ആ, എന്നാ ഫുള്ളായിട്ട് ലീവ് എടുത്തോ. ആ. ആനി, എന്നെ മനസ്സിലായോ? എബി. എബി, കാറ്റാടി എബി. ഓ, അപ്പൊ നമ്മുടെ ഇരട്ടപ്പേരൊക്കെ ഓർമ്മയുണ്ട്. ഒന്നും മറന്നിട്ടില്ല സാരം. എബിയൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? കോളേജ് പഠിക്കുന്ന സമയം എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ച ആളാ. അതൊക്കെ അന്തകാലം. Now I'm a gentleman and a businessman too. ആനി ഇവിടെയാണോ താമസിക്കുന്നത്? ഇവിടെയല്ല, കുറച്ച് പോണം. ഓ, അപ്പൊ എന്റെ ആ പഴയകാല ക്ലാസ്മേറ്റിന്റെ കൂടെ വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ടേ എബി ഇന്ന് പോന്നു. ഓ, അങ്ങനെയാട്ടെ, വരൂ വരൂ. എന്തു പറ്റിയിടോ എബി? സ്വപ്നം കാണാണോ? എവിടെ പോയടി നിന്റെ ആ പഴയ പ്രസരിപ്പും ആ സ്മാർട്ട്നെസ് ഒക്കെ? നിന്റെ ജീവിതം ഹാപ്പി അല്ലേ? പഠിക്കുന്ന കാലത്ത് നിന്റെ പിന്നാലെ നടന്നിരുന്ന ഒരു കാലം. നീ ആരായിരുന്നു? സ്നേഹിച്ചവന്റെ കൂടെ നീ ഇറങ്ങിപ്പോയെന്ന് അറിഞ്ഞപ്പോ ഞാനൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. അതൊക്കെ ഒരു കാലം. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ആർ യു സാറ്റിസ്ഫൈഡ് ഇൻ യുവർ ലൈഫ്? പോകാം. ശരി. തൊട്ടില്ല. നിന്റെ മക്കളാണോ? അതെ. എന്താ മോളുടെ പേര്? മോളുടെയോ? രണ്ടുപേരും പഠിക്കാൻ മിടുക്കികളാണോ? പപ്പ അകത്തുണ്ടോ? എന്താ അവിടെ തന്നെ നിന്നത്? ഭാഗത്ത് കയറ്. വാ മോളെ. ജോയ്ച്ചായ, നീയോ? ജോയ്ച്ചായനെ കാണാൻ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എബി, എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഹലോ, ഞാൻ എബി. ഞങ്ങള് കോളേജിൽ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ശരി. ഇപ്പൊ പിന്നെ കുറച്ച് ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങ് ബാംഗ്ലൂരാ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ജോയ്, ഇത് എന്ത് പറ്റിയതാ? ഒരു ആക്സിഡന്റ് സംഭവിച്ചതാ. എൻ്റെ മിന്നുമോൾക്ക് 6 മാസം പ്രായമുള്ളപ്പോ ദൈവം ജീവൻ മാത്രമേ തന്നുള്ളൂ. ബാക്കിയൊക്കെ അവൻ കൊണ്ടുപോയി. ഈ കൈയും തലയും മാത്രമേ ചലിക്കൂ. അരക്ക് താഴെ തളർന്നിരിക്കുക. എല്ലാം ശരിയാവും. ആനി, ഞാൻ ഇറങ്ങുന്നു. അയ്യ, പോവല്ലേ, ചായ കുടിച്ചിട്ട് പോവാ. ഇല്ല, പിന്നെ വരാം. ഷോ. എബി, എബിക്ക് വീടൊന്നും പിടിച്ചില്ല അല്ലേ? രാജകുമാരിയെ പോലെ കഴിയേണ്ട പെണ്ണല്ലേ ആനി നീ? പണം, അന്തസ്, കുടുംബ മഹിമ
ഇതൊക്കെ ഇട്ടെറിഞ്ഞ് സ്നേഹിച്ചവന്റെ കൂടെ ഇറങ്ങിയ നിന്റെ ജീവിതം കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടന്നാ പിന്നെ ദൈവം എന്തിനാ? ദൈവത്തിന് അവൻ്റെതായ ചില തീരുമാനങ്ങളുണ്ട്, അതനുഭവിച്ചേ മതിയാവൂ. മമ്മ ഹായ് മിന്നുകുട്ടി, അങ്കിള് പോയിട്ട് കൈ നിറയെ ചോക്ലേറ്റുമായിട്ട് പിന്നൊരു ദിവസം വരാം. മമ്മ പറയുന്നത് പോലെ അങ്കിളും കള്ളം പറയുന്നതാണോ? അല്ല മോളെ, അങ്കിള് കൈ നിറയെ ചോക്ലേറ്റുമായിട്ട് തീർച്ചയായും വരും. ഓക്കെ? പ്രോമിസ്? പ്രോമിസ്. വാ, മിന്നു എന്തിനാ അങ്ങനെ പറയാൻ പോയേ? അവര് നമ്മുടെ ഗസ്റ്റ് അല്ലേ. എന്താ ചോദിച്ചായ ഒരു ആലോചന? ഏയ് ഒന്നുമില്ല. അതുകൊട്ടെ, എന്തോ ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ നമ്മുടെ കഴിഞ്ഞുപോയ കാലമെന്ന് ഓർത്തു പോയതാ. നീ എൻ്റെ അടുത്ത് മ്യൂസിക് പഠിക്കാൻ വന്നതും, ഞാൻ നിന്നെ പ്രണയിച്ചതും, അതറിഞ്ഞ് നിന്റെ വീട്ടുകാരെന്നെ തല്ലാൻ വന്നതും, പിന്നെ കേസായി, കോടതിയായി, ഒടുക്കും എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നതും ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുക. ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നെന്ന്. ആണോ? എങ്കിൽ ജീവിതം ഒന്ന് റിവേഴ്സ് അടിച്ചാലോ? എന്തൊരു തമാശ. ആ എബിയോ, തമാശയല്ലേ എബി? ആവർത്തന വിരസമായ ജീവിതത്തിന്റെ പല്ലവി ഒന്ന് പാടിയതാ. എബി ഇരിക്കൂട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്താ നീ ബ്ലാക്ക് ടീ ആണോ? ആ, പാലില്ല. ആനി ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇല്ല, ഒരു തലവേദന. ഈ സാഹചര്യവുമായി നീ പൊരുത്തപ്പെട്ടു അല്ലേ? ജീവിതമല്ലേ എബി, അതിങ്ങനെ അങ്ങ് ജീവിച്ചു തീർക്കണ്ടേ? അങ്ങനെ ജീവിച്ച് തീർക്കേണ്ടവളല്ല ആനി നീ. ആനി ജീവിക്കും. ആ പഴയ ആൻമേരിയായി. ആ പഴയ സ്നേഹവും മോഹവും ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആനി, 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 ആനി. കുട്ടികൾ ഉറങ്ങിയോ ആനി? ഉറങ്ങി. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യം തോന്നുമോ? ദേഷ്യമോ? എൻ്റെ ആനിയോടോ? കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ, നമുക്ക് പൊന്നൂനെയും മെന്നൂനെയും സെന്റ് ജോസ് ബോർഡിംഗ് സ്കൂളിൽ ചേർത്താലോ? അതൊക്കെ വലിയ സ്കൂളല്ലേ ആനി? അതുമാത്രമല്ല ഒരുപാട് പൈസയാകും. നമുക്ക് മക്കളെയൊക്കെ പിരിഞ്ഞിരിക്കാൻ പറ്റോടാ? പൈസയൊക്കെ എബി കൊടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കൂൾ അടുത്ത് തന്നെയല്ലേ. വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞാൽ സ്കൂൾ വണ്ടി തന്നെ അവർ കുട്ടികളെ വീട്ടിൽ കൊണ്ടാക്കും. തിങ്കളാഴ്ച രാവിലെ സ്കൂൾ വണ്ടി വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. എന്നാലും നമ്മുടെ മക്കളെ രണ്ടാളും മിന്നുമോള് ചെറുതല്ലേ ആനി? ശരിയാ, കഷ്ടപ്പാട് മുഴുവൻ നീയല്ലേ അനുഭവിക്കുന്നത്. നിനക്കെന്താ ശരിയെന്ന് വെച്ചാ നീ ചെയ്തു. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ.
ഇനി എന്റെ പൊന്നുമക്കള് ഇവിടെയാണ് താമസിച്ചു പഠിക്കുന്നത്. ഉം? ബാ. മോക്കിഷ്ടായോ? ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എബിക്ക് അറിയാലോ. യാ, ഐ നോ. Cash is not at all a problem for me. എങ്കിൽ വെള്ളിയാഴ്ച കുട്ടികളെ വീട്ടിലേക്ക് വിടണ്ടെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ചു പറയണം. Yeah, sure. I'll call you and let you know. ആഗ്നസ്, Hello. ഈ കുട്ടികളെ ഒന്ന് ബോർഡിംഗ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെ പഠിച്ചാ വേഗം ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവാം. എനിക്ക് ഡോക്ടർ എഞ്ചിനീയർ ഒന്നും ആകണ്ട അമ്മേ. എനിക്കിവിടെ പേടിയാ. എനിക്ക് മമ്മയുടെയും പപ്പയുടെയും കൂടെ നിന്നാ മതി. അയ്യോ, മക്കൾ അങ്ങനെയൊന്നും പറയരുത്. 2 ദിവസം കഴിഞ്ഞ അമ്മ തന്നെ മക്കളെ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. പേടിക്കണ്ട. ഞാൻ പോകുന്നില്ല മമ്മ. മമ്മ. വീട് എന്റെ വീട് മമ്മ. പോവല്ല മമ്മ. വീട് മമ്മ. പപ്പ ഹായ്. പപ്പ ഞങ്ങള് ഇതെന്ത് വന്നേ. പറ്റി? എന്റെ മക്കൾക്ക് ഇന്ന് സ്കൂളില്ലേ? നമ്മുടെ സ്കൂളിൽ ഒരു ഫാദർ മരിച്ചതുകൊണ്ട് ഇനി 4 ദിവസം സ്കൂളില്ല. ഇനി തിങ്കളാഴ്ചയെ പോണ്ടു. ആണോ? ഇനി ഞാൻ ആ സ്കൂളിൽ പോകുന്നില്ല പപ്പ. എനിക്ക് പപ്പയുടെയും മമ്മയുടെയും കൂടെ കഴിഞ്ഞാ മതി. എന്റെ മക്കളൊക്കെ പഠിച്ചേ വലിയ ആളാവണ്ടേ? ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഭക്ഷണം പോലും കഴിക്കലില്ല. അയ്യോ, ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്റെ മക്കൾക്ക് അസുഖം വരില്ലേ? മക്കൾക്ക് വിശക്കുന്നുണ്ടോ? ഉം. മമ്മയുടെ അൽമാരല്ലേ പൈസ ഉണ്ടാവും. മോള് പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിട്ടോ. ഞാനും പോട്ടെ പപ്പ. മോള് പോണ്ട. മോള് പോയി അപ്പുറത്ത് കളിച്ചു. ഉം. പപ്പ പപ്പ ഇത് പപ്പയുടെ ഷീറ്റാ. മോളിങ്ങി വാ, പപ്പ നോക്കട്ടെ. ഇതൊക്കെ ശരിക്കും വെക്കണ്ടേ പപ്പ? നോക്കട്ടെ പപ്പ. എന്തെഴുതണം, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ പോവുകയാണ്. ജോയേട്ടാ, ജീവിതത്തിന്റെ തീരാ കഷ്ടപ്പാടിൽ നിന്നും ഒരു കരകയറ്റമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മക്കളുടെ ഏറ്റവും നല്ല ഭാവി, അതിനനുസരിച്ച് അവരെ ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ ചേർത്തി. പഴയകാല ഓർമ്മകളിലെ ജോയിയായി ഇനി ജീവിതത്തിൽ തിരിച്ചു വരാൻ കഴിയാത്ത ജോയേട്ടനെ ഏറ്റവും നല്ല ചികിത്സ നൽകാൻ ശാന്തിഗിരി ട്രസ്റ്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടേഴ്സ് വന്ന് കൂട്ടിക്കൊണ്ടുപോകും. നല്ല മനസ്സിനുടമയായ എബിയാണ് ഇതിനൊക്കെ കാരണം. സ്നേഹനിധിയായ എബിയുടെ കൂടെ ഞാനും പോവുകയാണ്. ജോയേട്ടൻ എന്നെ ശപിക്കരുത് എന്ന് ജോയേട്ടന്റെ ഭാര്യ, അല്ല എബിയുടെ പെണ്ണ്. Huh?
മോളെ മിന്നു, 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 മോളെ മിന്നു, മിന്നു, മോളെ മിന്നു, പപ്പയുടെ മോളെണീക്ക്, മോളെ മിന്നു, മിന്നു മോളെ, മോളെ മിന്നു, മിന്നു, മിന്നു. ആനി, എന്തു പറ്റി? 12:30 ട്രെയിൻ. ഇവിടുന്ന് ബസ് കയറിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാക്സിമം 3/4 മണിക്കൂർ. ഇഷ്ടം പോലെ സമയമുണ്ട്. ആനി, എന്തോ ഒരു പരവേശം. വെള്ളം വേണോ? വേണം? പപ്പ ഇതാ ചോറ്. ചോറ് മോള് കഴിച്ചോ? മിന്നു മോളെ വിളിക്ക് പപ്പ. മിന്നു മോളെ ഉറങ്ങ. മോളെ കഴിച്ചോ? അവളെ പിന്നെ കഴിച്ചോളൂ. പപ്പ എന്തിനാ കരയുന്നത്? പപ്പ മക്കള് വന്ന സന്തോഷത്തിൽ കരയും. മോള് പോയി കുടിച്ചിട്ട് ചോറ് തന്നു. ജോയിട്ട, ജോയിട്ട, മാപ്പ് വരണം. ചെയ്യാൻ പാടില്ലാത്തതാ ഞാൻ ചെയ്തത്. ജോയിട്ട, ഞാൻ തിരിച്ചു വന്നില്ല. ജോയിട്ട, ജോയിട്ട, എന്തിനാ ഇത് ചെയ്യുന്നത്? ജോയിട്ട, ജോയിട്ട, മോളെ മിന്നു, മോളെ, മോളെ മിന്നു, ദൈവമേ, എന്തിനാ ജോയിട്ട, ചോദിച്ചായ മോള് പൊന്നു, 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 മോളെ, മോളെ പൊന്നു. മോളെ പൊന്നു, മോളെ പൊന്നു, മോളെ, മോളെ പൊന്നു, പൊന്നു, മോളെ പൊന്നു.